300 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ കാണാം. ഇനി 1000 2000 രൂപ ഉണ്ടെങ്കിലോ ഒറ്റ മണിക്കൂർ കൊണ്ട് ദൈവത്തെ കാണാം, അതും തൊട്ടടുത്ത്. അതിൽ കൂടുതൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും ഏത് ഭഗവാനും. പാവപ്പെട്ടവൻ തൊഴണ്ട, അവൻ തൊഴണമെങ്കിൽ 2-3 ദിവസം ക്യൂ നിന്നിട്ട് തൊഴട്ടെ. ഇതൊന്നും ഇവിടെ നടക്കില്ല സാറേ. ഇവിടുത്തെ നാട്ടുകാർ സാറിന് അറിയാത്തതുകൊണ്ടാണ്. താങ്കൾ ആശുപത്രി പോകാറില്ലേ? അവിടെ പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെയാണോ സൗകര്യങ്ങൾ ലഭിക്കണത്? അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാറില്ലേ? പാവപ്പെട്ടവൻ കാല് കുത്താൻ സ്ഥലമില്ലാണ്ട് ഇങ്ങനെ ഞെങ്ങി പോകുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരുത്തം പോകണ്ടാവും പണക്കാരൻ, അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി. സാർ എന്തൊക്കെ പറഞ്ഞാലും ഈ അമ്പലം നാട്ടുകാരെയാണ്. ഇവിടെ തെറ്റായ ഒരു കാര്യം നടക്കില്ല. നടക്കും. ഇതെല്ലാം ഒരു ബിസിനസ്സാണ്. അല്ല സാറേ, ഈശ്വരൻ ഞങ്ങളെ സംരക്ഷിക്കുന്ന, ഞങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഒരു ശക്തിയാണ്. ഇവിടെ പൂജകൾക്ക് ഒരു കാരണവശാലും പൈസ കൊട്ടാൻ സാധിക്കില്ല. ഭഗവാനെ കച്ചവടം നടത്താൻ പറ്റില്ലേ സാറേ? അതിന് നിങ്ങളുടെയൊക്കെ അനുവാദം ആർക്കും ആവശ്യമുള്ളത്? ഞാൻ പറയുന്നത് അനുസരിക്കാവുന്നവർക്ക് തുടരാം. പിന്നെ ആവശ്യമില്ലാത്ത കുറേ അന്തേവാസികളുണ്ട് ഇവിടെ, അവരെയും അടുത്ത മാസം തുടങ്ങി ഇവിടെ ആവശ്യമില്ല.